മൂന്നാമത്തെ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ കേരളം മുടിയുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സർക്കാരിൽ തന്നെ പിണറായി വിജയന് എന്താണ് ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ഷോക്ക് ഏറ്റ് മരിച്ചു. ആ വാർത്ത ഞാൻ കണ്ടാണ്. കൊല്ലം തേവലക്കരയിൽ. അതെ. ആ കുട്ടിയുടെ ആ വാർത്ത പ്രതികരിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പുഞ്ചിരിച്ചുകൊണ്ടാണ് അതിനെ എന്ന് പറഞ്ഞു. അതെ, ഒരു കുഞ്ഞിന്റെ വിലയ്ക്ക് പോലും ജീവൻ നൽകാതെ ഈ സർക്കാർ എന്താണ് ഈ ലോകത്തിന് വിളിച്ചു കാട്ടുന്നതെന്നാണ് ഞാൻ. കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല, ഭയങ്കര എന്താ പറയുക, മോശമായിട്ടുള്ള അവസ്ഥ എന്നാണ്. ജനം എന്നെ ആരെന്ന് പറയുന്നു? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയ പ്രവാചകനെന്നും, വേറെ ചിലർ നീ ഉയർത്തെഴുന്നേറ്റ പുരാതന പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ്? നീ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു. നീ ഇത് ആരോടും പറയരുത്. അപ്പോ നമ്മളെ സൈഡാണ് ഇപ്പോ. അപ്പൊ ഈ സൈഡിൽ കൂടെ പോകുമ്പോ ആ കുഴി കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്ത് ആലാക്കിന്റെ വലിയ കുഴിയാണ്. അപ്പൊ ഇത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വരുന്നൊരു റോഡാണിത്. അതായത് അക്കിപ്പാടം, പയ്യനാടം, കുന്തിപ്പുഴ ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ മൊത്തം എന്താ പറയുക, കുഴികളാണ്. മൊത്തം ചെറിയ കുഴികളുണ്ട്, വലിയ കുഴികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ലീഗുകാരനാണെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഓട്ടം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആര് മെമ്പറുണ്ട് അവിടെ? മെമ്പർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇപ്പോൾ പൊതുവേ ഇപ്പോൾ കേൾക്കുന്നത് അരിയൂർ ബാങ്കിലത്തെ കാര്യമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കുറേ പറയാനുണ്ടാവും. അതൊന്നും പറയാതിരിക്കാനുള്ളത്. കക്കണോ കട്ടോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവരൊക്കെ പിന്നീട് എന്താ പറയുക, പൂഴ്ത്തിട്ടേ മരിക്കുള്ളൂ. അത് യാതൊരു ഇതുണ്ടാവില്ല. കാരണം പാവപ്പെട്ടനെ അധ്വാനിച്ച് കിട്ടുന്ന പൈസ ബാങ്കിൽ കൊടുത്തിട്ട് ആൾക്കാർ നേരെ എടുത്തിട്ട് അവർ ലാവിഷായിട്ട് പുതിയ കാർ വാങ്ങണു, പുതിയ ബംഗ്ലാവ് ഉണ്ടാക്കണു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതി, കേരളത്തിൻ്റെ രീതി കേട്ടോ. അതിപ്പോൾ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തി പറയല്ലത്. അവിടെയൊക്കെ കൂടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പള്ളി ഈ ബൈക്കേരെ കൊണ്ട് ലാകെ തൊയിലക്കടന്ന് അറിയാം, മുണ്ടാണ്ട് വരും, മറ്റേ കള്ളം വരുന്ന മാതിരി. എന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ അവരാവും ഏറ്റവും വലിയ ആൾക്കാർ. അപ്പോൾ ഈ റോഡൊക്കെ ഇതൊക്കെ ഒന്ന് പുതുക്കി പണിതാൽ മതി. ഇവിടെ ഡ്രൈനേജിൻ്റെ പണി എടുക്കണം. അതേപോലെ രണ്ട് സൈഡും ഡ്രൈനേജ് വേണം. എന്നാൽ മാത്രമാണ് ഈ കുഴികൾക്കൊക്കെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടംപോലെ സഞ്ചരിച്ചിട്ടുള്ള വഴി തന്നെയാവും. എന്താ നടുവിൽ അലാഖിൻ്റെ വലിയൊരു കുഴി. അപ്പോൾ ചാടുമ്പോൾ തന്നെ അങ്ങനെ എന്തോ പോലെ തോന്നാം. അപ്പോൾ പിന്നെ അതായത് ഇവിടെ ഈ വളവിൽ വലിയൊരു കുഴിയുണ്ട്. ആ കുഴി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ആ കുഴി വെട്ടിച്ചിട്ടാവും വരിക. അപ്പോൾ ബൈക്കേരൊക്കെ നല്ല സ്പീഡിലാവും പോവുക. അപ്പോൾ ഇതാ അവിടെ ഒരു കുഴി കാണുന്നുണ്ടാവും. ഈ കുഴി വെട്ടിക്കുമ്പോൾ എന്താ അറിയോ, ഈ ബൈക്കായാലും ഓട്ടോറിക്ഷയിലും കാറായാലും തട്ടാനും മുട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കി തരണം എന്നാണ് ഞാൻ പറയണത്. നമുക്ക് പിന്നെ കണ്ടൻറ്റ് മാറിപ്പോയാൽ അത് ചിലപ്പോൾ വയലേഷൻ മാറും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ അത് ഇവിടെ വലിയ കുഴിയായിരുന്നു. ഈ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെട്ടലും ഓടും എന്തൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷെ എന്നാലും ആട്ടത്തിന് ഒരു കമ്മിയില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ ആ ടീമാണ് കൂടുതൽ പിന്നെ ഓരോ ഇല്ലാത്ത കാര്യങ്ങൾ. ഞാൻ വേറൊന്ന് പറയട്ടെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു പെണ്ണിനെ പിന്നെ എന്താ പറയുക, സംഭവം ലൈംഗികപരമായിട്ട് ചെയ്തു എന്ന് വെക്കുക. അത് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളുള്ളൂ പുതിയ ഒരു തലമുറയ്ക്ക്.
അതായത് മൂന്നാം വട്ടം ഭരണം കിട്ടണം എന്നുള്ള രീതിയിലുള്ളൊരു അപ്പം കഴിഞ്ഞ വർഷത്തിലും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് മുന്നേയും എന്തുണ്ടായിരുന്നു, ഒരു സരിത ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കേട്ടാണ് കണ്ടാണ് അറിഞ്ഞാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ല ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പോൾ വേറെ പറയണ്ടല്ലോ, ഒരു കുട്ടിയുടെ ജീവന് പോലും വില കൽപ്പിക്കാത്ത ഈ സർക്കാർ അപ്പോൾ നമ്മുടെ പൊതുജനങ്ങളായ ആളുകളുടെ സംരക്ഷണം എങ്ങനെ അവർ ഏറ്റെടുക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്, സ്വയം ചോദിക്കുന്ന കാര്യം കേട്ടോ. അതെന്തായാലും ഇനി അടുത്തൊരു ഭരണം വരുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു മാറ്റം കൊണ്ടുവരില്ല. കാരണം ഈ സർക്കാരിന് അവരുടെ കൂടെ നിൽക്കുന്ന അണികൾക്ക് പോലും സ്വൈരം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വൈരം എന്ന് മാത്രമല്ല, അവർക്ക് സമാധാനമില്ല. അപ്പോൾ ഉള്ളവരൊന്നും പറയട്ടെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഇഷ്ടംപോലെ രാഷ്ട്രീയത്തിൽ അല്ലാതെയും ഇഷ്ടംപോലെ ഇവിടെ ലൈംഗികപരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. വലിയ കേരളമൊന്നുമല്ല, ചെറിയ കേരളമാണ്. അപ്പോൾ അതിനൊക്കെ ആരും അന്വേഷിക്കാൻ പോവാതെ ഒരു MLA, പാലക്കാടിൻ്റെ MLA എന്ന് പറയുമ്പോൾ ഈ പാലക്കാടിൻ്റെ MLAക്ക് ലൈംഗികപരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അയാളൊരു മനുഷ്യനല്ലേ? അതോ ഈ CPM-ലുള്ള ആൾക്കാർക്ക്, മുകേഷ്, ഗണേഷ് കുമാർ, കടകംപള്ളി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്ത, പേരിക്ക് അറിയാത്തതുണ്ട്. കാരണം കുറേ ഉന്നത സ്ഥലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുണ്ട്. ഇവരൊന്നും പറയാതെ ഒരു പാവം ചെങ്ങായി, അയാൾക്കും സ്വപ്നങ്ങളുണ്ടാവും, അയാൾക്കും ആഗ്രഹങ്ങളുണ്ടാവുകയെ. ഇതിപ്പോൾ പാലക്കാടിൻ്റെ MP കോൺഗ്രസിന് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ VD സതീശൻ സാറ് പറയണ്ടായി. ഞാൻ സാറ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂപ്പര് അങ്ങനെ ബഹുമാനിക്കും കൊണ്ടാണ്. കാരണം മൂപ്പര് പിണറായിനെ പോലെ അങ്ങോട്ട് മാറി കടക്കട പുറത്ത് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയാൽ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. അപ്പോൾ ആദ്യം അവരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്, അല്ലാതെ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മറ്റുള്ളവർക്ക്, ഈ കൂട്ടത്തിലുള്ള, ഈ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് നിർബന്ധം? അപ്പോൾ ഞാൻ ഇതെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു തരം ഒത്തുകളിയാണ്, മനസ്സിലാക്കണം. ഇപ്പോൾ ഷാഫി പറമ്പിലെ കാണാനല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എങ്ങോട്ടും പോയിട്ടില്ല. മൂപ്പര് MP ആണ്. MP എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു മാന്യത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തിരക്കുണ്ടാവും. അപ്പോൾ അവർക്ക് വലിയ ആൾക്കാർ വിളിക്കുമ്പോൾ അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളെ കാശുകൊണ്ട് ഇവിടുന്ന് മുഖ്യമന്ത്രി കൂടുമ്പോൾ അമേരിക്കയ്ക്ക് പോയി, അവിടേക്ക് പോയി, ഇവിടേക്ക് പോയി എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടു. അതൊന്നും ഈ അണികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലേ? അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ വേറൊരാൾ പറഞ്ഞാണ് CPM പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ ആ കമ്മ്യൂണിസം മറന്നുപോയിന്ന്. ഇപ്പോൾ മൊത്തം മുതലാളിത്തമായിട്ടുള്ള സംസാരിക്കുന്നത്, മുതലാളിത്തമായിട്ടുള്ള ചോദ്യം ചെയ്യുകയാണെന്ന് പറയുന്നത്. കാരണം അവർക്ക് എന്തു ആവാന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്തു ആവാന്നുള്ളത് കോൺഗ്രസ്സിന് എന്തു ആവാം. കോൺഗ്രസ്സിന് ഭരണം കിട്ടും തീർച്ചയായിട്ടും. 2026 ഞാൻ പറയുന്നു കോൺഗ്രസ് തന്നെ ജയിക്കുക. കാരണം ഇയാളിഞ്ഞ് കിറ്റ് തന്നിട്ടും കാര്യമില്ല, ഇനിയിപ്പോൾ പെൻഷന് കൂട്ടിയിട്ടും കാര്യമില്ല, എത്ര കോടികൾ മറിച്ചിട്ടും തിരിച്ചിട്ടും കുണിച്ചിട്ടും ഒരു പ്രയോജനമില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പോലെ കേരളത്തിലെ ഒരു ജനങ്ങളും ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളത്തിലെ നല്ല നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ഇനി മാറി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ, അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ ഇനി നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിയമത്തിന് ഒരു പുല്ലുവിലയാണ്. പുല്ലുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പറയും, അല്ലെങ്കിൽ ഫൈന് കെട്ടാൻ. ഫൈന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ പിന്നീട് അവർക്ക് കൂടുതൽ പ്രചോദനം കിട്ടുക ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ അതിന് മാറി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആളുകൾ വരണം. നല്ല ആൾക്കാർ വന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാവുള്ളൂ, നല്ല ഉറക്കം ഉണ്ടാവുള്ളൂ, നല്ല സമാധാനം ഉണ്ടാവുള്ളൂ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇന്ന് ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭരണം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടോ, ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടോ, ഏതെങ്കിലും ഒരു മസ്ജിദിൽ പോയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ദൈവത്തോട് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാനതാ ചോദിക്കണത്. രാഹുലിൻ്റെ കാര്യം വിടാം, പീഡന കേസ് വിടാം, വാർത്താക്കാര കാര്യമൊക്കെ വിടാം. പക്ഷേ ഇതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് അതിൻ്റെ സമയം അവർക്കുണ്ട്. ജനങ്ങൾക്ക് എന്താണുള്ളത്, പൊതുജനങ്ങൾക്ക്. അപ്പോൾ ഞാനതാണ് ഇപ്പോഴും പറഞ്ഞത്, നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമുക്ക് നല്ല എല്ലാം കൊണ്ടും നമുക്ക് നല്ലത് കിട്ടും. അത്ര മാത്രമേ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയാനുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇനി കുഴിക്ക് തന്നെയും ഉണ്ടാവുക. അത് എപ്പോഴും ചിന്തിച്ചാൽ നല്ല കാര്യം.